എല്ലാവരും നല്ലപോലെ കൊടുക്കുന്നവരാണ് എനിക്കറിയാം. And what I'm going to teach you today is, not because we are greedy for money, it's for your blessing. പണത്തിന്റെ അത്യാർത്ഥി കൊണ്ടല്ല, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി കൊടുക്കുന്നതിനെ പറ്റി പഠിപ്പിക്കാം. Many times, sometimes I go to different houses, they give it to me. I said, please don't make it a habit. എനിക്ക് ചിലപ്പോൾ തരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ഒരു പതിവാക്കരുത്. I said, if you feel led to the Lord, first of all, give to your church. ആമേൻ. നിങ്ങൾക്ക് തരാൻ നിർബന്ധമുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ സഭയ്ക്ക് കൊടുക്കുക. But sometimes God leads people to give me personally. That's a blessing for me also. ആമേൻ. ചിലപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് ആളുകൾ തരാറുണ്ട്, അത് എനിക്കൊരു അനുഗ്രഹമാണ്. And then they tell me, Pastor, it's for our blessing. അപ്പോൾ അവർ പറയും, പാസ്റ്റർ ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് തരുന്നത്. All right, then I receive it. Now look at this verse. Let's start about giving. We must know the fundamentals of giving. ആമേൻ. കൊടുക്കുന്നതിനെ പറ്റിയുള്ള അതിന്റെ അടിസ്ഥാനങ്ങൾ നമുക്ക് പഠിക്കാം. Giving is a natural act that comes from your heart. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്വാഭാവികമായ ഒരു പ്രവൃത്തിയാണ് കൊടുക്കൽ. Giving is a natural, spontaneous act that comes from our heart. ആമേൻ, ആമേൻ. പുറത്തുനിന്നുള്ള യാതൊരു പരപ്രേരണയും കൂടാതെ നമുക്ക് സ്വമേധയാ ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുന്ന ഒരു പ്രവൃത്തിയാണ് കൊടുക്കൽ. Something flows out of our heart. ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തനിയെ പുറപ്പെടും. Amen. സ്തോത്രം. Hallelujah. സ്തോത്രം. Thank you. And that is, giving is that natural flow. ആ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു കൊടുപ്പ, അത് ഒരു അങ്ങനെ പുറത്തു വരുന്നതാണ് കൊടുപ്പ. If you have Christ living in you, this outward flow is always there. ആമേൻ, ആമേൻ. ക്രിസ്തു യേശു നമ്മളിൽ വസിക്കുന്നുണ്ട് എങ്കിൽ പുറത്തോട്ടുള്ള ഈ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കും. Sometimes we need to be trained in this giving. Life becomes a blessing. ആമേൻ. ഈ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളൊന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹപ്രദമാണ്. 90% of the clothes that I wear in the United States of America has been given to me freely. അമേരിക്കയിൽ ഞാൻ ധരിക്കുന്ന 90% വസ്ത്രങ്ങളും സൗജന്യമായി എനിക്ക് ലഭിച്ചതാണ്. This shirt is a new gift. ഇതൊരു പുതിയ ദാനമാണ്. Because it is white, nobody knows that. ഹല്ലേലൂയ. ഇത് വെള്ളയായതുകൊണ്ട് ആരും അറിയത്തില്ല. Hallelujah. സ്തോത്രം. Giving, my precious brothers and sisters, is a natural act. കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. In the old covenant, പഴയ നിയമത്തിൽ God told Moses to teach the people of Israel tithe. ഇസ്രായേൽ മക്കളെ ദശാംശം കൊടുക്കുന്നതിനെ പറ്റി പഠിപ്പിക്കുവാൻ മോശയോട് ദൈവം പറഞ്ഞു. The tithe is the law, under the law. ന്യായപ്രമാണത്തിന് കീഴിലാണ് ദശാംശം. You have to tell the people and teach the people to give. ആളുകളോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യണം കൊടുക്കുവാൻ. In our church, I have taught all our young people to give. About 1.5 years ago, including my children, all the youngsters, I have strictly told them, you must tithe. 1.5 വർഷം മുമ്പേ ഈ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളോടും എൻ്റെ മക്കൾ ഉൾപ്പെടെ എല്ലാവരോടും നിങ്ങൾ ദശാംശം കൊടുക്കണമെന്ന് പഠിപ്പിച്ചു. If you get $20, what is the tithe? $20 നമ്മുടെ കിട്ടിയാൽ അതിൻ്റെ ദശാംശം എന്താ? $5? Thank you. Nisha, that is good mathematics. What's the tithe of $20? $20 ദശാംശം എത്രയാണ്? It's $2. $2. 10%. 10%. That is the law. അതാണ് ന്യായപ്രമാണം. Okay. So in the old covenant, you had to give. It was a must. പഴയ നിയമത്തിൽ നിർബന്ധമായി നമ്മൾ കൊടുക്കണം. If you didn't give, കൊടുത്തില്ലെങ്കിൽ then you have a 20% interest on it. അതിന്മേൽ 20% പലിശ ചേർത്ത് കൊടുക്കണം. The book of Leviticus tells us that you have to pay 20% extra. If you didn't, for example, if Sheena didn't pay her tithe properly, the next month she had to add 20% to the tithe, that is about, and give to God. ആമേൻ, ആമേൻ. ഒരു മാസം ദശാംശം കൊടുക്കുന്നത് താമസിച്ചു പോയാൽ, ഒരു മാസം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത മാസം കൊടുക്കുമ്പോൾ ആ ദശാംശം കൊടുക്കേണ്ട തുകയോട് 20% അതിന്റെ പലിശ കൂട്ടി അടുത്ത മാസം കൊടുക്കണം. In the Old Testament, there were how many tribes of the children of Israel? പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ എത്ര ഗോത്രങ്ങളാണ്? 12 tribes were there. 12 ഗോത്രങ്ങളുണ്ട്. One tribe was chosen to serve God. They were the Levites. ലേവ്യ കുടുംബത്തെ, ലേവ്യ ഗോത്രത്തെ ദൈവത്തെ സേവിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്തു. They were full-time ministers. അവർ പൂർണ്ണസമയ ദൈവവേലക്കാരാണ്. So when God began to give the land completely to all the tribes, the Levites had no place. ആമേൻ. കനാൻ ദേശത്തെ എല്ലാം ഓരോ ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തപ്പോൾ ലേവ്യ ഗോത്രക്കാർക്ക് അവരുടേതായിട്ട് ഒരു സ്ഥലവും കിട്ടിയില്ല. And they said, "Ayyo, what about us?" അവരെ വിലപിച്ചു, ഞങ്ങളുടെ കാര്യം എങ്ങനെയാവും? God said, "I am your portion." ദൈവം പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ഓഹരി. And they didn't understand it in the beginning. ആരംഭത്തിൽ അവർക്കത് മനസ്സിലായില്ല. But when the tithing system came, എന്നാൽ ദശാംശം വന്നപ്പോൾ, and when the tithing system was spoken of in such a way, bring all your tithes into the house of the Lord. ആമേൻ. ദൈവത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് നിങ്ങളുടെ ദശാംശം മുഴുവൻ കൊണ്ടുവരിക എന്നുള്ള ഉപദേശം വന്നപ്പോൾ The Levites suddenly understood what it means to have God as your portion. ആമേൻ. ദൈവം നമ്മുടെ ഓഹരിയാന്ന് പറയുന്നതിന്റെ ഉള്ള ആ മേൽത്തരമായിട്ടുള്ള മെച്ചം അവർക്ക് മനസ്സിലായി. All the other 11 tribes bring their tithe and give it to the Levites. 11 ഗോത്രക്കാരും അവരുടെ
ദശാംശം കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കും. And so the Levites were rich. അങ്ങനെ ഈ ലേവ്യർ അവർക്ക് വളരെ ധനമുണ്ടായി. This system is followed by many churches today. ഇന്നും ഈ സമ്പ്രദായമാണ് അനേക സഭകൾ They പിന്തുടരുന്നത്. strongly teach about tithing. അവരിപ്പോഴും ദശാംശത്തെ പറ്റി ശക്തമായി For പഠിപ്പിക്കും. a long time, I did not believe in tithing. അനേക നാളുകൾ ഞാൻ ഈ ദശാംശത്തിന്റെ ഉപദേശം വിശ്വസിച്ചിരുന്നില്ല. But then one day the Lord dealt with me severely. ഒരു ദിവസം കർത്താവിനോട് കർശനമായി ഇടപെട്ടു. He said, start tithing. എന്നോട് പറഞ്ഞു, നീ ദശാംശം കൊടുക്കാൻ തുടങ്ങി. From the time I started to tithe, things began to go well with me. ആമേൻ. ദശാംശം കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കാര്യങ്ങൾ നന്നായി നടക്കാൻ But തുടങ്ങി. over a period of time, I saw that, if I can keep tithe as a last thing, I'll take care of all my other expenses, then I tithe. Then the Lord said to me, no sir, you tithe first. Then I'll take care of the rest of the things. ആമേൻ. നമ്മുടെ ചെലവുകളെല്ലാം തീർന്നിട്ട് ബാക്കിയുള്ളതിൻ്റെ അല്ല, കിട്ടുമ്പോൾ തന്നെ കിട്ടുന്നതിൻ്റെ ആദ്യത്തെ 10% കർത്താവിന് വേണ്ടി മാറ്റി. When I purchased our house, വീട് വാങ്ങിച്ചപ്പോൾ we were gifted with the down payment that is required. അതിന് ഇടേണ്ടിയിരുന്ന ഡൗൺ പേയ്മെന്റ് ഞങ്ങൾക്ക് ദാനമായി കർത്താവ് തന്നു. Even for that, I decided to tithe. Straight away, I tithed. അതിൻ്റെയും ദശാംശം കർത്താവിന് കൊടുക്കാൻ തീരുമാനിച്ചു. And when the final settlement came, we did not lack anything. അതിൻ്റെ അത്യന്തികമായിട്ടുള്ള സെറ്റിൽമെന്റ് വന്നപ്പോൾ ഒരു കുറവും കൂടാതെ കർത്താവ് നടത്തി തന്നു. So I am telling you, it is not an old covenant thing. From my life, I am telling you, tithing is necessary. But may the Lord lead you to do that. ആമേൻ, ആമേൻ. പഴയ നിയമത്തിന്റെ കാര്യമല്ല, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, വളരെ ആത്മീയമായിട്ടുള്ള ഒരു അച്ചടക്കമാണ്, ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ദശാംശം കൊടുക്കുന്നത്. And it's a good discipline. അതൊരു നല്ല അച്ചടക്കമാണ്. I have seen the brethren community in India, in Kerala. കേരളത്തിലെ ബ്രദറൻ കമ്മ്യൂണിറ്റിയെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. They teach giving, tithing very strictly. അവർ ഈ ദശാംശത്തെ പറ്റി നിർബന്ധമായി പഠിപ്പിക്കും. And I have seen how they are blessed. അവരെ അനുഗ്രഹിക്കപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. They are not, they're not as spiritual as we are. പെന്തക്കോസ്റ്റൽസിന്റെ അത്രയും അവർ ആത്മീയരല്ല. But they have blessed wealth. Not only do not lack anything, they have excess. ആമേൻ, ആമേൻ. അവര് സമ്പന്നരാണ്, കാരണം അവർക്ക് വേണ്ടതെല്ലാം ഉണ്ട്, അധികവുമുണ്ട്. Hallelujah. So tithing is something which God expects us to do by our own choice. It's a good discipline in the new covenant. ആരും നിർബന്ധിച്ചിട്ടല്ല, നമ്മൾ സ്വമേധയാ ചെയ്യേണ്ട ഒരു നല്ല അച്ചടക്കമായിട്ട് ദശാംശത്തെ ദൈവം കാണുന്നു. Abraham automatically tithed. അബ്രഹാം മറ്റാരും പറയാതെ ദശാംശം കൊടുത്തു. Actually, nobody was there to tell Abraham. അബ്രഹാമിനോട് ആരും ഉപദേശിച്ചില്ല. But Abraham came after the war. യുദ്ധം കഴിഞ്ഞ് അബ്രഹാം മടങ്ങി വരുമ്പോൾ, And Abraham, after the war, what did he do? യുദ്ധം കഴിഞ്ഞ് അബ്രഹാം എന്ത് ചെയ്തു? He didn't do anything. Actually, the king of Salem came and met him. ആമേൻ. അബ്രഹാം ഒന്നും ചെയ്തില്ല. സാലേം രാജാവ് വന്ന് അബ്രഹാമിനെ എതിരേറ്റു. And immediately what happened? അവിടെ എന്താ നടന്ന് നമുക്കറിയാം. Abraham gave a tithe to the king of Salem. ഈ സാലേം രാജാവിന് തന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കൊള്ളമുതലിന്റെയും ദശാംശം അബ്രഹാം കൊടുത്തു. I wondered, where did Abraham get this knowledge? ഞാൻ ചിന്തിക്കുക, അബ്രഹാമിന് ഈ ഐഡിയ എവിടുന്ന് കിട്ടി? It came from God himself. ദൈവം തന്നെ കൊടുത്തതാ. God inspired Abraham to give a tenth of all that he had to the king of Salem. തനിക്കുള്ളതിന്റെ എല്ലാം 10% ഈ സാലേം രാജാവിന് കൊടുക്കുവാൻ ദൈവം അബ്രഹാമിന് പ്രേരണ കൊടുത്തു. Now remember, in the new covenant, we don't follow Moses, but the faith of Abraham in Christ Jesus is yes and amen for us. ആമേൻ. നമ്മൾ പുതിയ നിയമത്തിൽ മോശയുടെ പ്രമാണങ്ങളെ അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്, എന്നാൽ ക്രിസ്തു യേശുവിലുള്ള അബ്രഹാമിയ ഉടമ്പടിയിൽ കൂടെ ദൈവം തന്ന ആ നിയമത്തെ നമ്മൾ പിൻപറ്റി. All the promises given to Abraham are yes and amen for us. ആമേൻ. അബ്രഹാമിന് ദൈവം നൽകിയ സകല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവൈലബിൾ ആണ്, ലഭ്യമാണ്. In the book of what's the last book in the Bible, the prophet that talks about tithe? No. Let's look to Malachi now. The book of Malachi, chapter 3. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം This is spoken of in all new covenant churches. In order to enforce tithing, we will not do it. I am showing you another side of this. ആമേൻ. സാധാരണ എല്ലാ പുതിയ നിയമസഭകളിലും ഈ ദശാംശത്തിന്റെ ഉപദേശത്തെ ഉറപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഊന്നി പറയുന്ന ഒരു വാക്യമാണിത്. But this is spoken by Malachi at a time when the nation of Israel were robbing God. They did not give money to God. ആമേൻ. ഇസ്രായേൽ ദേശത്തിലെ ജനങ്ങൾ ദൈവത്തിന് അർഹിക്കപ്പെട്ട ദശാംശം കൊടുക്കാതിരുന്ന സമയത്ത് അവരെ ഉണർത്തിക്കൊണ്ട് ദൈവാത്മാവ് മലാക്കി പ്രവചനത്തിൽ കൂടെ എഴുതിയ വാക്കുകളാണിത്. Actually, this rule was given to the Levites. Through the Levites, sorry. ഈ ഉപദേശം ലേവ്യരിൽ കൂടി മുന്നമേ മോശയുടെ കാലത്ത് കൊടുത്ത. But they forgot. എന്നാൽ ഇവർ മറന്നുപോയി. They were disobedient. അവർ അനുസരണക്കേട് കാണിച്ചു. God is speaking to them. ഇപ്പൊ ദൈവം അവരെ വീണ്ടും ഓർമ്മിപ്പിക്കുക. What is he saying? Verse 9, you are cursed with a curse. For you have robbed me, and not only you, the whole nation. Verse 10,
bring all the tithes into the storehouse, that there may be meat in my house. That means at that time the Levites were all hungry. ആ സമയത്ത് നോക്കണമേ, ദേവരെല്ലാം പട്ടിണി കിടക്കുക. Amen. സ്തോത്രം. They were serving God, അവർ ദൈവത്തെ സേവിക്കുന്നു, but they were all hungry. എന്നാൽ അവർക്ക് ആവശ്യത്തിന് I'm ഭക്ഷിക്കാനില്ല. going to tell you something. ഞാൻ പറയട്ടെ, If you go to a New Covenant church, ഒരു പുതിയ നിയമസഭയിൽ നിങ്ങൾ പോയാൽ always make it a point to ask your pastor if he is taken care of. ഹല്ലേലൂയ. Now you may think I'm being selfish. This is not about me. I'm teaching you a principle. ഞാൻ നിങ്ങളെ ഒരു തത്വം പഠിപ്പിക്കുകയാണ്. പാസ്റ്ററെ പറ്റി നിങ്ങൾ തിരക്കണം. പാസ്റ്റർക്ക് ആവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരക്കണം. Pastor, are you being taken care of? Are you eating well? It's a blessing for you. ആമേൻ. പാസ്റ്റർ പുഷ്ടിയോടുകൂടി ആയിരിക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. And not only one pastor, those who are taking care of you wherever they may be working, their wives may be working, that is not your problem. If you are receiving any service from them, it is your rightful blessing to go and find out, Pastor, are you okay? Are your children being blessed? You should ask. Church, are you with me? ആമേൻ, ആമേൻ. സഭയെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പാസ്റ്റർ പ്രധാന ശുശ്രൂഷൻ മാത്രമല്ല, നമുക്ക് ദൈവികമായ ശുശ്രൂഷ തരുന്ന ആരുമായിക്കൊള്ളട്ടെ, അവർ ജോലി ചെയ്യുന്നുണ്ടായി, ഭർത്താവ് ഭാര്യ ജോലി ചെയ്യുന്നുണ്ടായി, എന്തുമായിക്കൊള്ളട്ടെ, അവരോട് നമ്മൾ ദൈവദാസനെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അനുഗ്രഹമായിരിക്കുന്നോ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കുന്നു, നിങ്ങൾക്കെല്ലാം സമൃദ്ധിയായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. But this people, this nation, they didn't care if the Levites were there, if the Levites were not there, they didn't care. They were so drastically brought down. ആമേൻ. ഇസ്രായേലിലെ ജനം വളരെ വീണ് കിടക്കുകയാണ്. അവർക്ക് വേണ്ടി ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യരെ പറ്റിയോ പുരോഹിതന്മാരെ പറ്റിയോ ഒന്നും ഓർക്കുന്നില്ല, അവരുടെ കാര്യത്തെ പറ്റി ഒരു ഗണ്യമാക്കുന്നില്ല. അങ്ങനെ അതപ്പച്ച് കിടക്കുന്ന ഒരു സമയം. So through Malachi, God is speaking to the nation, you guys bring all your tithes in the storehouse. Why? That there may be meat in my house. ആമേൻ. അതുകൊണ്ട് മലാഖിയിൽ കൂടെ ദൈവാത്മാവ് അവരോട് പറയുകയാണ്, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം മുഴുവനും എൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരും. This meat is not only for the priests, but also for the orphans, also for strangers who come into the nation. Amen. They also must be fed. ആമേൻ, ആമേൻ. അങ്ങനെ ഈ ഭണ്ഡാരത്തിൽ ദൈവാലയത്തിൽ ഉണ്ടാകുന്ന ആ ആഹാരം ദേവദാസന് മാത്രമല്ല, അനാഥന്മാർക്കും വിധവമാർക്കും ആരുമില്ലാത്തവർക്കും ഒക്കെ അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ദൈവം കൊടുക്കുന്നതാണ് ഈ ഭണ്ഡാരം. So that means how should you give? അതിന്റെ അർത്ഥം നമ്മൾ എങ്ങനെ കൊടുക്കണം? And let's say Isaac, there is a man called Isaac from the tribe of some other tribe. He comes and gives his tithe. ചിന്തിക്കുക, വേറൊരു ഗോത്രത്തിൽ നിന്നുള്ള ഇസ്ഹാക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നിട്ട് തൻ്റെ ദശാംശം ആലയത്തിൽ കൊടുത്തു. His tithe can be just a half a cow, for example. ചിന്തിക്കുക, അദ്ദേഹത്തിൻ്റെ ദശാംശം ഒരു കാളയുടെ പകുതി. But he just doesn't drop it and go. അത് ഇട്ടിട്ട് പോയില്ല. He gives it and makes sure there is meat in the house. There is sufficiency in the house. ആമേൻ. അവിടെ പൂർണ്ണമായിട്ട് എല്ലാ ആവശ്യവും തികത്തക്ക രീതിയിൽ ആഹാരം ഉണ്ടെന്ന് അദ്ദേഹം ഉറപ്പാക്കിയിട്ട് പോകും. Our responsibility is when you put your tithe, when you put your offering, always pray, Lord, I pray as I'm tithing, I thank you for the offering. Thank you for the ability to give to your house. Let there be sufficiency in my church. ആമേൻ, ആമേൻ. നാം കർത്താവിന്റെ സന്നിധിയിൽ ഒരു പൈസയെങ്കിലും കൊടുക്കുമ്പോൾ എന്ത് കൊടുത്താലും, കർത്താവേ ഇത് കൊടുക്കുവാൻ എനിക്കൊരു ഭാഗ്യം തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇത് കർത്താവേ ഇവിടെയുള്ള എല്ലാ ആവശ്യങ്ങളും അത് പൂർത്തീകരിക്കപ്പെടുവാൻ തക്കണം ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കുക. Maybe you are giving only $5. ഒരുപക്ഷെ $5 കൊടുക്കുന്നുള്ളായിരിക്കും. $5 is valuable for God. എന്നാൽ ഈ $5 ദൈവം വിലമതിക്കും. Maybe you are only putting $2. ഒരുപക്ഷെ $2 കൊടുക്കുന്നുള്ളായിരിക്കും. That's fine. അത് കുഴപ്പമില്ല. You put it with prayer and say, Lord, let there be meat. Amen. In the house. This is my church. Amen. This is my work. Amen. Let there be meat. When you pray like that, there will be tremendous change in your family and in the church. ആമേൻ. നല്ല മനോഭാവത്തോടുകൂടി ഇത് എൻ്റെ സഭയാണ്, ഇവിടെ ആഹാരം വേണം, ഇവിടെ ഒന്നിനും കുറവുണ്ടാകാൻ പാടില്ല, കർത്താവേ ഞാൻ ഇത് കൊടുക്കുകയാണ്, ഇത് കൊടുക്കുവാൻ എനിക്ക് അവസരം തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറയുന്നത് നന്ദിയോടെ കൊടുക്കുമ്പോൾ ദൈവം അതിനെ അനുഗ്രഹമാക്കി തീർക്കും. And then God challenges the children of Israel. അതിനുശേഷം ദൈവം ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുന്നത് ശ്രദ്ധിച്ചോ? Prove me now. എന്നെ ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിക്കുക. You prove me. നിങ്ങൾ എന്നെ You പരീക്ഷിക്കുക. see if I will not open for you the windows of heaven. ആമേൻ. നിങ്ങൾക്കായി ഞാൻ സ്വർഗ്ഗത്തിന്റെ ഭണ്ഡാരം തുറക്കും And pour out a blessing. നിങ്ങളുടെ മേൽ അനുഗ്രഹം There shall not be room to receive it. ഹല്ലേലൂയ. നിങ്ങൾക്ക് സംഭരിക്കുവാൻ സ്ഥലമില്ലാത്തിടത്തോളം സ്വർഗ്ഗഭണ്ഡാരം തുറന്ന് ഞാൻ അനുഗ്രഹം പകരും. Apostle Paul understood the doctrine. ഈ ഉപദേശം അപ്പോസ്തലൻ പൗലോസിന് What did അറിയാമായിരുന്നു. he say? അദ്ദേഹം എന്ത് പറഞ്ഞു? More than you can think, you can receive. Whatever you ask in prayer, more than you can think, more than you can receive.
according to the power that is in you, you can receive. ആമേൻ. നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയാൽ ആഗ്രഹിക്കുന്ന നിനക്ക് ഇതിൽ അത്യന്തം പരമായി ദൈവത്തിന് തരുവാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. Not only that, അത് മാത്രമല്ല, verse 11, God says, 11 വാക്യത്തിൽ ഇങ്ങനെ കർത്താവ് പറഞ്ഞു, I will rebuke the devourer for your sakes. ആമേൻ, ആമേൻ. ഞാൻ വെട്ടുക്കിളിയെ നിങ്ങൾക്കായി ശാസിക്കും. Amen. ആമേൻ. That means when you give 10%, അതിന്റെ അർത്ഥം നിങ്ങൾ കർത്താവിനുള്ളത് കൊടുക്കുമ്പോൾ the rest of the 90% God protects very well. ബാക്കിയുള്ള 90% കർത്താവിന്റെ പ്രൊട്ടക്ഷനാൽ പരിപാലിക്കപ്പെടും. Suddenly your bills will come down. പെട്ടെന്ന് നിങ്ങളുടെ ബില്ലുകളെല്ലാം കുറയും. Suddenly, you will see, I've seen changes like that. ആമേൻ. ആവശ്യമില്ലാത്ത ചെലവുകളെല്ലാം മാറും. Suddenly unnecessary visitors will not come. ആവശ്യമില്ലാത്ത ഗസ്റ്റുകൾ വരാതിരിക്കും. That uncle and that auntie from somewhere far away will stop coming. ദൂരെ നിന്നുള്ള ആ ബന്ധത്തിലുള്ള ആന്റിയൊക്കെ വരാതിരിക്കും. Yes, when they come, what happens? അവർ വരുമ്പോൾ എന്താ? They are devouring your time. അവർ നിങ്ങളുടെ സമയത്തെ വിഴുങ്ങുക. And God cuts it off. ദൈവം അതിനെ മുറിച്ചു മാറ്റും. How many of you want to take this? എങ്ങനെ എത്ര പേർക്ക് അത് ആവശ്യമുണ്ട്? If you tithe your time, God will give you more time. ആമേൻ. നിങ്ങളുടെ സമയത്തെ ദൈവത്തിന് ദശാംശമായി കൊടുത്താൽ അധിക സമയം ദൈവം തരും. I know how many people want to visit and visit and visit and visit. We won't have time for anything else. Tithe to God. Finances and time. You tithe to God, you will have in plenty time for God. ആമേൻ, ആമേൻ. പണവും നിങ്ങളുടെ സമയവും കർത്താവിന് കൊടുക്കുക. നമ്മൾ അനേക ആളുകൾ വന്ന് നമ്മുടെ സമയത്തെ മെനക്കെടുന്നതെല്ലാം ദൈവത്തിന് സമയം കൊടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം കർത്താവ് ടേക്ക് കെയർ ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കും. And verse you see, he shall not destroy the fruit of your ground. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ ദിനത്തിലെ അനുഭവം നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. You see, when we work hard, നമ്മളെ കഠിന പ്രയത്നം ചെയ്തിട്ട് somebody comes and takes the fruit. ഹല്ലേലൂയ, ഫലം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് അതിനെ കൊണ്ടുപോയാൽ That's terrible. അത് വളരെ പ്രയാസമുള്ള കാര്യം. I work hard as a farmer. ഒരു കൃഷിക്കാരനായി ഞാൻ കഠിന പ്രയത്നം ചെയ്യുക. Let's say I baptize people. ഞാൻ ആളിനെ സ്നാനപ്പെടുത്തുന്നു. And then one day I don't see my people here who I baptized. ഹല്ലേലൂയ. ഒരു ദിവസം നോക്കേണ്ട സ്നാനപ്പെട്ടവരെ ആരെയും കാണുന്നില്ല. They're my people. അവരെന്റെ ജനമാ. Amen. Are you understanding this? മനസ്സിലാകുന്നുണ്ടോ? I said, Lord, the devourer cannot touch my people. കർത്താവേ, ആരും എന്റെ ഫലത്തെ വിഴുങ്ങാൻ അനുവദിക്കരുത്. After I had some experience, I put a hedge all around the church. ആമേൻ. ചില അനുഭവങ്ങൾക്ക് ശേഷം സഭയ്ക്ക് ചുറ്റും ഞാനൊരു തടസ്സം നിർത്തി. They're the fruit of my labor. ഇതെന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. I'm not being proud. I'm just saying the truth. ആമേൻ. ഞാൻ നിങ്ങളെ കൊണ്ട് പറയുകയല്ല, സത്യം പറയുക. And the Lord says, he shall not destroy, the devourer shall not destroy the fruit of your ground. ആമേൻ. ഞാൻ വെട്ടുകിളിയെ ശാസിക്കും, അത് നിന്റെ ഫലം എടുക്കത്തില്ല. Neither shall your wine cast her fruit before time in the field. ആമേൻ. മുന്തിരിവള്ളിയുടെ അനുഭവം സമയത്തിന് മുമ്പേ അത് മൂക്കാതെ പൊഴിയത്തില്ല. Why? What is particular there? അവിടെയുള്ള പ്രത്യേകത എന്താ? You being a fruit ripened before time is not good. ആമേൻ, ആമേൻ. ഒരു ഫലം അത് മൂത്ത് പഴുത്തില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. It has to be seasoned. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ പൂർണ്ണ വളർച്ചയെത്തി. But sometimes this gives fruit before time. ചില സമയത്ത് അത് മൂക്കുന്നതിന് മുമ്പ് പഴുക്കും. And it falls down. അപ്പോഴാ പഴം വീണു പോകും. When the gatherer goes to gather it, it is not there. ആമേൻ. തക്ക സമയത്ത് ഫലം ശേഖരിക്കാൻ ആളുകൾ പോകുമ്പോൾ ഫലം കാണുന്നില്ല. You know what? You expect the fruit in December, but the fruit comes and falls in October. What will you do? Amen. You will not even know. You will lose it. ആമേൻ. ഡിസംബറിലെ ഫലം മൂത്ത് പറിക്കാൻ പറ്റത്തുള്ളൂ. ഒക്ടോബറിൽ തന്നെ ഫലം വീണുപോയി. And then you see he continues the blessing. അനുഗ്രഹം പിന്നെയും കർത്താവ് And തുടരുക. all nations shall call you blessed. എല്ലാവരും നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയും. You shall be a delightsome land, saith the Lord of hosts. ആമേൻ. നിങ്ങൾ മനോഹരമായ ഒരു ദേശമാണെന്ന് എല്ലാവരും പറയും. So these are the blessings which God told for the children of Israel, which are yes and amen for us also. ആമേൻ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം കൽപ്പിച്ച അനുഗ്രഹങ്ങളാണ് ഇത്. നമുക്കും ഇത് ബാധകമാണ്. നമുക്കും അങ്ങനെ തന്നെ. I want you to practice this. നമുക്കിത് പ്രായോഗികമാക്കണം. Practice confession. ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ് നമ്മൾ You പ്രായോഗികമാക്കണം. can use this. നമുക്കിത് ഉപയോഗിക്കാം. You can say, ഇങ്ങനെ പറയാം. I have brought all my tithe into the storehouse, that there may be meat in my house, which you can say my church. And the Lord will pour out a blessing. There shall not be room enough to receive it. And the Lord will rebuke the devourer. For you can put your own thing. Keep declaring it with your mouth. You will see amazing. ആമേൻ, ആമേൻ. അതെ, ഇത് നമ്മുടെ അനുഭവമായി ഈ ദശാംശത്തിന്റെ വാക്യങ്ങൾ എടുത്ത് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി അനുഗ്രഹമായി തീരും. So that is one way of giving. കൊടുക്കുന്നതിന്റെ ഒരു രീതിയാണിത്. Have you understood, people of God? മനസ്സിലായല്ലോ ദൈവമക്കളെ? Tithing, regular tithing is a good discipline of giving unto the Lord. ആമേൻ. കർത്താവിന് കൊടുക്കുന്നതിന്റെ ഒരു നല്ല മാതൃകയാണ് തുടർമാനമായിട്ടുള്ള ദശാംശം കൊടുക്കുന്നത്. Now I'm going to tell you something which you may not like, but I have to tell you this. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് പറയാൻ പോവുകയാണ്. Now, many people have this habit. They set apart 10%. അനേകരും ചെയ്യുന്നറിയാം 10% മാത്രം മാറ്റി. Now I'm not saying it is right or wrong. I don't have light about it. I'm just telling you. Out of the 10% they divide it into 10 pieces.
ആമേൻ. 10% എടുത്ത് മാറ്റിയിട്ട് അതിനെ 10 കഷ്ണമായി മുറിക്കും. And they give 1% to the church, ഒരു ഭാഗം ചർച്ചയ്ക്ക് കൊടുക്കും, 1% to visiting pastors, ഒരു ഭാഗം വിസിറ്റിംഗ് പാസ്റ്റർ കൊടുക്കും, 1% to foreign missionary. ഒരു ഭാഗം ഫോറിൻ മിഷണറിക്ക് കൊടുക്കും. But I want you to know this truth. ഈ സത്യം നിങ്ങൾ അറിയണം. The tithe belongs to the Lord. ദശാംശം കർത്താവിൻ്റെതാണ്, It is not yours. നമ്മുടേതല്ല. In your 100%, നമ്മുടെ 100%, 10% is not yours, it is God's. 10% നമ്മുടേതേ അല്ല, അത് കർത്താവിൻ്റെതാണ്. You are giving back to God what is God's. ദൈവത്തിന് എന്ത് അർഹതപ്പെട്ടോ അത് ദൈവത്തിന് കൊടുക്കുക. Do you understand this? മനസ്സിലായോ? So ask God how you can be a better giver. അധികം നല്ലതുപോലെ കൊടുക്കാൻ എങ്ങനെ കഴിയുമെന്ന് കർത്താവിനോട് ചോദിക്കുക. Whatever you give above this 10% is the real giving. ആമേൻ. ഈ 10% ഉപരിയായി കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള കൊടുപ്പ്. Now let me put it this way. ഞാൻ ഇങ്ങനെ പറയാം. I took this pen from Pastor George ഈ പേന ഞാൻ പാസ്റ്റർ ജോർജിന് എടുത്തു, and I give it back to him. അത് തിരിച്ചു കൊടുത്തു. What is so great about it? അതിനകത്ത് എന്താ പ്രത്യേകത? That is tithing. അതാണ് ദശാംശം. But when I give him something more, I am giving him willfully from my own heart something more I am giving. That is what God treats as giving. ആമേൻ, ആമേൻ. ദൈവത്തിന് അർഹതപ്പെട്ട 10% ഉപരിയായി നമ്മൾ സ്വമേധയാ കർത്താവിന് എന്ത് കൊടുക്കുന്നു, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിന് കൊടുക്കുന്നത്. Now I know what your thoughts are. ഇപ്പം നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഞാൻ As a tithe itself we are giving. ദശാംശം കൊടുത്ത് തന്നെ ക്ഷീണിച്ചിരിക്കുക. But to give another 1%, please. Now you are, let me explain that to you. സ്തോത്രം. ഇനി അതിനുപരിയായി കൊടുക്കുന്നത് എങ്ങനെയാ ഞാൻ വിശദീകരിക്കാം. Okay? What I am trying to tell you is the tithe is of the Lord. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ദശാംശം ദൈവത്തിൻ്റെതാണ്. From the 90%, rest of 90% of not only of your paycheck, but everything that you enjoy. ആമേൻ. ബാക്കിയുള്ള 90% നിന്നും നമ്മുടെ പേച്ചക്ക് മാത്രമല്ല നമുക്ക് കിട്ടുന്ന സകലത്തിൻ്റെയും Ask God for a way in which you can start giving maybe 1% extra. ആമേൻ. കർത്താവിനോട് ചോദിക്കുക ഏത് രീതിയിൽ എന്നെ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഒരുപക്ഷെ 1% Just pray, Lord, I decide to give 1%. But at the moment my situation is like that. God will open doors for you. ആമേൻ. കർത്താവേ 1% അധികമായിട്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് വഴി തുറക്കണം. എൻ്റെ സാഹചര്യങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ, അവിടുന്ന് വഴി തുറക്കണം എന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയമായി വഴി തുറക്കും. Can God give it to you? ദൈവത്തിന് തരാൻ പറ്റുമോ? Okay, I'm going to prove it to you that God can give it to you. ദൈവത്തിന് തരാൻ പറ്റുമെന്ന് ഞാൻ തെളിയിക്കാൻ But how many പോകുകയാണ്. of you want to be good givers? എത്ര പേര് നല്ലതുപോലെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു? If you want to be good givers, here is a secret. അല്ലല്ലേ, നല്ല കൊടുപ്പുകാരാണെങ്കിൽ ഇവിടെ രഹസ്യമുണ്ട്. We are going to 2 Corinthians now, chapter 9. 2 Corinthians 9 പോകാം. Verses 6 onwards. That's a verse, right? അതിന്റെ 6 മുതലുള്ള വാക്യം. Yeah. എത്ര? 2 Corinthians 9, 6 to 8. 2 Corinthians 9, 6 onwards, okay? Thank you. Sister, can you go to verse 10? I'm going to tell you how to be good givers. നല്ലതുപോലെ കൊടുക്കാൻ എങ്ങനെ കഴിയുമെന്ന് കാണിക്കാൻ Yeah, പോവാം. just sister, read 10. There is something about seed there. അവിടെ ഒരു വിത്തിനെ പറ്റി കാണുന്നുണ്ട്. Seed. Say with me, seed. 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 Hallelujah. Seed. Amen. Seed. Now, if you have to reap, you have to sow. ആമേൻ. നമ്മൾ കൊയ്യണമെങ്കിൽ വിതച്ചേ പറ്റൂ. But if you don't have the seed, how can you sow? എന്നാൽ കയ്യിൽ വിത്തില്ലാതെ എങ്ങനെ വിതയ്ക്കും? If you had $20,000, you could have started investing. $20,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ. അല്ലല്ല, 20,000 കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ, ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിലില്ല. ആമേൻ, ആമേൻ. അല്ല, we want to invest but we do not have the money. Let me tell you, ഞാൻ പറയാം. it is God who gives you seed money. ആമേൻ, ആമേൻ. വിതയ്ക്കുവാനുള്ള വിത്ത് നമ്മുടെ കയ്യിൽ തരുന്ന ദൈവമാണ്. You have heard American preachers saying they are right also, seed. But where is the seed going to come from? ആമേൻ. അമേരിക്കൻ പ്രസംഗക്കാർ സീഡിനെ പറ്റി പറയും നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടുന്നാണ് ഈ വിത്ത് വരുന്നത്? That's what the Bible says here. അതാണ് പറയുന്നത്. Now he that ministereth seed to the sower. മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. See, വിതയ്ക്കുന്നവന് വിത്തും. ആമേൻ. It is God who gives you seed to sow. ആമേൻ. വിതയ്ക്കുവാൻ നമുക്ക് വിത്ത് തരുന്നത് ദൈവമാണ്. So now you connect both this together. ഇതിനെ ഒന്ന് കണക്ട് ചെയ്തേ. Are you with me, people? God wants you to give more. അധികം നമ്മൾ കൊടുക്കാൻ ദൈവത്തിന് നമുക്ക് അധികം തരണം. Now you are giving only 10%. ഇപ്പം നമ്മൾ 10% കൊടുക്കുന്നുള്ളൂ. God is not angry with you. ദൈവത്തിന് കോപമില്ല. He is happy that you are giving 10%. 10% കൊടുക്കുന്നത് സന്തോഷമാണ്. If you want to be a good giver, എന്നാൽ നമ്മൾ നല്ല കൊടുപ്പുകാരാവണം. praying from today, Lord, I need seed. കർത്താവേ, എനിക്ക് അധികം വിതയ്ക്കാൻ വിത്ത് വേണം. Praise the Lord. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവം അധികം വിത്ത് കൊടുക്കും. When you get the seed, invest in the right land.
ആമേൻ. വിത്ത് കിട്ടുമ്പോൾ അതിന് നല്ല നിലത്ത് അതിനെ വിതയ്ക്കുക. What is a good land? എന്താണ് നല്ല നിലം? Okay, tell me which is a good land. In the New Testament, who is the good land? ആരാണ് പുതിയ നിയമത്തിലെ നല്ല അവകാശം, നല്ല ഭൂമി? Christ is the good land. യേശുവാണ് നല്ല ഭൂമി. When you get extra seed money, I want you to ask God, Lord, you have given me extra seed money. Where shall I invest? ആമേൻ. അധികം വിത്ത് കർത്താവ് വിതയ്ക്കുവാനായി കയ്യിൽ തരുമ്പോൾ, കർത്താവേ നീ തന്ന ഈ വിത്ത് ഞാൻ എവിടെ വിതയ്ക്കണം? Now 95% of pastors, I am putting hand on NHN also. 95% of pastors will say, you please put all the money in this church. 95% പാസ്റ്റർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, നിങ്ങൾ പോകുന്ന സഭയിൽ കൊടുക്കണം. But what do we teach you? നമ്മൾ എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? You have the freedom to give where the Lord leads you to give. കർത്താവ് നിങ്ങളെ എവിടെ നയിക്കുന്നു അവിടെ കൊടുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. We don't force you. ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. You should know in your heart where to give, and I thank God we are always full. We are okay. Amen. That freedom is there in this church. ആ സ്വാതന്ത്ര്യം എവിടെ കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ ദൈവ നിയോഗപ്രകാരം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. So I'm not teaching you with a selfish motive. I'm teaching you for your good. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. I'm not teaching it for myself. എനിക്ക് വേണ്ടിയിട്ടല്ല പഠിപ്പിക്കുന്നത്. Imagine if after 10 years God tells me to appoint another pastor here and go away. Who will take care of it? ചിന്തിക്കുക, 10 വർഷത്തിന് ശേഷം വേറൊരു പാസ്റ്റർ നിയമിച്ചിട്ട് ഞാൻ ഇവിടുന്ന് വേറെ പോയാൽ I have to depend on God. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. So I'm not teaching for my sake. I'm teaching for your sake. എനിക്ക് വേണ്ടിയല്ല ഞാൻ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി. From today, ask for seed money. ഇന്ന് മുതൽ വിതയ്ക്കുവാനുള്ള വിത്ത് കർത്താവ് തരണമെന്ന് പ്രാർത്ഥിക്കും. When you ask God for seed money, sow it into Jesus. Ask Him, where shall I give it? ദൈവം നിങ്ങളുടെ കയ്യിൽ വിത്ത് ഏൽപ്പിക്കുമ്പോൾ കർത്താവ് എവിടെ വിതയ്ക്കണമെന്ന് കർത്താവിനോട് ചോദിക്കും. That extra, if God tells you go and put it in the church, or give it to the pastor, or give it to that mission, do be faithful. ആമേൻ. നിങ്ങൾക്ക് അധികമായിട്ട് കർത്താവ് തരുന്ന വിത്ത് എവിടെ വിതയ്ക്കണമെന്ന് കർത്താവ് പറയുന്നു. സഭയിൽ കൊടുക്കാനോ പാസ്റ്ററിന് കൊടുക്കാനോ ദൈവത്തിന്റെ വേലയ്ക്ക് കൊടുക്കാനോ പറഞ്ഞാൽ അവിടെ തന്നെ വിശ്വസ്തയോടെ ചെയ്യുക. Are you with me, people of God? Now I'm going to show you another discipline of giving your seed money. നിങ്ങളുടെ വിത്തിന് വിതയ്ക്കുന്ന വേറൊരു അച്ചടക്കം കാണിക്കാം. Look into Galatians chapter 6. ഗലാത്യർ 6-ാം അധ്യായം നോക്കിക്കേ. And then we'll come back to this place. Somebody read it for me quickly. Is it helping you, people of God? നിങ്ങൾക്ക് സഹായമാവുന്നുണ്ടോ? Okay, please practice it. Galatians chapter 6. ഇത് പ്രായോഗികമാക്കുക. ഗലാത്യർ 6 ശ്രദ്ധിക്കാം. Yeah. 6 chapter 6. ഹല്ലേലൂയ. Read that. That is why I get beans and I get pavaka and all that. I just all welcome. I get more. I get this buttermilk. ആമേൻ. More vellam. I get all these things. Praise the Lord. മോരിപ്പായ്ക്കായും പച്ചപ്പടവലിങ്ങായും എല്ലാം എനിക്ക് കിട്ടാറുണ്ട്. അതിനായി സ്തോത്രം. Yes. സ്തോത്രം. Let me tell you, one of our young brothers who got angry with me later, and one of the guys who the demon used against me, you know, a young man who was in the church. When he was in the church, he always used to bring me the first fruit of all his beans and cabbage. He was very good in that. ആമേൻ. ഇവിടെ ഉണ്ടായിരുന്ന ഒരു യവനക്കാരനായ ചെറുപ്പക്കാരൻ ദൈവം പിശാച് അദ്ദേഹത്തെ സഭയ്ക്കെതിരെ ഉപയോഗിക്കാനിടയായി. എങ്കിലും പറയട്ടെ, തനിക്ക് കിട്ടുന്ന എല്ലാത്തിൻ്റെയും ആദ്യ ഫലം അദ്ദേഹം കൊണ്ടുതരുമായിരുന്നു. Such a humble person. He was a pastor. Please bless. This is the first fruit of my this thing, you know. വളരെ താഴ്മയോടെ കൊണ്ടുവന്നിട്ട് പാസ്റ്ററെ പ്രാർത്ഥിക്കണമേ, ഇത് ആദ്യഫലമാണെന്ന് പറയുന്ന കൊണ്ടുവരുവാൻ. And actually, whether he knew it or not, he was following this principle. ആമേൻ. അതേ അറിഞ്ഞോടാണെങ്കിലും അല്ലാതെങ്കിലും ഈ തത്വത്തെ പിന്തുടരുകയായിരുന്നു. Whatever he had, a portion for the teacher. ആമേൻ. തനിക്ക് എന്തുണ്ടോ അതിൻ്റെ ഒരു ഭാഗം കർത്താവിൻ്റെ ദാസന്. Amen. Praise the There it doesn't talk about tithe. അവിടെ ദശാംശത്തെ പറ്റി പറയുന്നില്ല. There it talks about a portion. Can you read that for me? അവിടെ ഒരു ഓഹരിയെ പറ്റി പറയുന്നു. Oheri, a portion. Yes, why Characha? A portion of all good things. ആമേൻ. എല്ലാ നന്മയുടെയും ഓഹരി. You know, there are some brothers in the church. I have so much of freedom to ask them to get me some things. ചിലരോട് എനിക്ക് ചില കാര്യങ്ങൾ തരാൻ കൊണ്ട് ചോദിക്കാൻ തകർന്ന സ്വാതന്ത്ര്യമുണ്ട്. Actually, in a church, the pastor can ask. I don't. ആമേൻ. യഥാർത്ഥത്തിൽ സഭയിൽ പാസ്റ്ററിന് ചോദിക്കാനുള്ള അവകാശമുണ്ട്. Even now I feel embarrassed to ask for my needs. ഇപ്പോഴും എനിക്ക് എൻ്റെ ആവശ്യങ്ങളോട് ചോദിക്കുന്നതിന് എനിക്ക് ഇഷ്ടമില്ല. And I don't want that to be a practice. Tomorrow the three of us may not be there. Somebody else may be there. I don't want that person to go around from house to house, you know, milking people for the wrong reason. ആമേൻ. ഇവിടെ പുതിയൊരു ദേവദാസം വന്നിട്ട് ആ വ്യക്തി വന്നാൽ പോലും ആളുകളെ പണം പിടിയാനെ കൊണ്ട് പോകുന്നത് നമുക്ക് ഇഷ്ടമല്ല. So this is another method by which you can give. നമുക്ക് കൊടുക്കുവാനുള്ള വേറൊരു മെത്തേഡാണിത്. A portion. Let us say, supposing you are giving 10% tithe, that is God's. ചിന്തിക്കുക, നമ്മൾ ദൈവത്തിന് അവകാശപ്പെട്ട നമ്മുടെ 10% and you ask God to give you seed money.
എന്നിട്ട് കർത്താവിനോട് ചോദിക്കും, കർത്താവേ എനിക്ക് വിതയ്ക്കാൻ വിത്ത് And തരണം. let us say God gives you an extra $200 every month. അപ്പോൾ $200 ഒരു മാസം കർത്താവ് ആദ്യം തരുന്നു വിചാരിക്കുക. What will you do with that $200? ആ $200 എന്ത് ചെയ്യും? You will be on your knees. അതുകൊണ്ട് നിങ്ങളുടെ മുട്ടിന്മേലിരിക്കും. Lord, make me a wise investor. കർത്താവേ ശരിയായ ഒരു നിക്ഷേപകനാക്കണമേ. Let me be a good investor into the kingdom. ദൈവരാജ്യത്തിൽ ശരിയായി നിക്ഷേപിക്കാൻ എന്നെ സഹായിക്കണം. Who shall I support? ആരെ ഞാൻ പിന്തുണയ്ക്കണം? 50% you keep it aside. 50% മാറ്റിവെക്കുക. Somebody may come with a time of need. ആവശ്യത്തിന് ആരെങ്കിലും സഹായിക്കാൻ. It may not be the pastors themselves. ഒരു പക്ഷേ പാസ്റ്റർമാരായിരിക്കത്തില്ല. There may be somebody in your church who is desperate for money. നിങ്ങളുടെ സഭയിലുള്ള ഒരു വ്യക്തി ആയിരിക്കും ആവശ്യക്കാരൻ. God can lead you to give to that brother or sister. അവർക്ക് കൊടുക്കാൻ ദൈവം നിങ്ങളെ നയിക്കാം. In this church it has happened. ഈ സഭയിൽ നടന്നിട്ടുണ്ട്. And brothers and sisters have come and told me, സഹോദരി സഹോദരന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നോട്, Pastor, we did not even have a cup of flour, but somebody took us out, gave us food. See, things are happening in our church. Are you happy to hear that? ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഞങ്ങളുടെ ഒരു പാത്രം അരി പോലും ഇല്ലായിരുന്നു, ഒരു പാത്രം മാവ് പോലും ഇല്ലായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ആളുകൾ പുറത്തു കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു തന്നു. And you know, many churches, pastors don't like it. അനേക സഭകളിൽ പാസ്റ്റർമാർക്ക് ഇത് ഇഷ്ടമല്ല. Pastors think everything should go through them. പാസ്റ്ററുടെ ചിന്ത എന്നിൽ കൂടെ മാത്രമേ എല്ലാം നടക്കാവൂ. Thank God for good pastors. നല്ല പാസ്റ്റർമാർക്കായി സ്തോത്രം. Hallelujah. Amen. When you keep aside your money, the Lord is prompting in your heart. Your brother or sister in the church, they are suffering. They don't have enough money or they need a meal. You must go. If the Lord is leading you, you must go and write a check for them. All right, brother, this month's my extra money, I'm giving it to you. Praise the Lord. Are you ആമേൻ, ആമേൻ. 50% മാറ്റി വെച്ചിട്ട് കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്? ഒരുപക്ഷെ നിങ്ങളുടെ സഭയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സഹോദരനോ സഹോദരി ആയിരിക്കാം. അവർക്ക് വേണ്ടതായിട്ടുള്ള ശുശ്രൂഷയ്ക്കായിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു ചെക്ക് എഴുതി, ഇത്രയും പൈസ എനിക്ക് കർത്താവ് അധികം തന്നു, ഇത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉതകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ കൊടുക്കുന്നത് നന്നായിരിക്കും. Oh, by the way, പറയട്ടെ, don't encourage loaning. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഈ കടം കൊടുക്കുന്നതിനെ അധികം പ്രോത്സാഹിപ്പിക്കരുത്. Amen. സ്തോത്രം. Because I've seen when people take money from you, if they don't give back, so far I know things like that are happening, but the people who are giving debts are good people. They don't ask money. We have had very bad experience in the church. Whatever is lost, okay, we forgive people. Please don't make it a habit. Now I'm telling you something. If somebody takes a loan from you, tell them very bluntly, when are you going to give it back? I know Amen. you're all good people, you won't ask. From today I'm telling you, when are you going to give it back? They say, we'll give it back in 1 month. Exactly on the 29th day, please call them. ആമേൻ. ഞാൻ നല്ലൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആരെങ്കിലും കടം വാങ്ങിക്കുകയാണെങ്കിൽ അവരുടെ ദയവായി ചോദിക്കണം, എപ്പോഴാണ് പണം മടക്കി തരുന്നത്? 1 മാസം എന്ന് പറഞ്ഞാൽ 1 മാസം ആകുന്നതിൻ്റെ 1 ദിവസം മുമ്പേ പൈസ കിട്ടിയോ, ഉണ്ടോ, തരാറായോ എന്ന് ചോദിക്കുന്നതായിരിക്കും. Hello? സ്തോത്രം. Because that money is not your money, it is your heavenly Father's money. കാരണം ഇത് നിങ്ങളുടെ പണമല്ല, സ്വർഗ്ഗത്തിലെ പിതാവിൻ്റെ പണമാണ്. It is all difficult, I know. സ്തോത്രം. അത് പ്രയാസമുള്ള But കാര്യമാണ്. one day in eternity, when you meet with Jesus, എന്നാൽ ഒരു ദിവസം നമ്മൾ യേശുവിനെ നിത്യതയിൽ കാണുമ്പോൾ the Lord will ask, കർത്താവ് ചോദിക്കും, that $200 I gave you as seed money. ഞാൻ $200 നിന്റെ കയ്യിൽ വിത്തായിട്ട് തന്ന You പണമാണ്, gave it to your brother. നിന്റെ സഹോദരന് കൊടുത്തു. And you were lazy, you didn't want to ask him. നീ അവനോട് ചോദിക്കാൻ തക്കവണ്ണം കൂട്ടാക്കാതെ മടിയനായി. And that's why he didn't give back. അതുകൊണ്ട് അവൻ തരാഞ്ഞേ. So I'm not saying you should take a knife on somebody's shoulder, but I know it feels bad to ask people also. Paisa. It is a bad thing. But at least you can pray, Lord, make sure that my brother returns my. Money back. I want you to know, some of the people who have left the church, they have this upon their head as a curse, taking money from some of you and not returning. ഞാൻ പറഞ്ഞ കർശനമായിട്ട് അവരെ ഇതിൽ ഉപദ്രവിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ അതിനകത്ത് ചോദിക്കുന്നത്, നമുക്ക് ഒരുപക്ഷെ ചോദിക്കുന്നത് ലജ്ജാകരമായിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മൾ ചോദിക്കണം. നമ്മൾ ദൈവസേനയിൽ വിശ്വസ്തരായിരിക്കും. If you're not able to give, you can always tell the Lord, I'm not able to give. Please open a way for me. Improve my what is that? My income. Please. That is another attitude. That is another way. God understands it. God will open doors for you. Amen. But to totally, be lazy about things is not good. You must not encourage such things in the church. Praise God. ആമേൻ. കൊടുക്കാനില്ലെങ്കിൽ കർത്താവിനോട് ചോദിച്ചാൽ അത് നല്ല മനോഭാവം. കർത്താവ് എൻ്റെ ഇല്ല, എനിക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് നിശ്ചയമായി വഴി തുറന്നു തരും. എന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മടി വിചാരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. മടിയരാകാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. Are you with me, people of God? സ്തോത്രം. Let me complete this by going back to 2 Corinthians 9:6. 2 Corinthians 9:6 പറഞ്ഞുകൊണ്ട് നമുക്ക് ഉപസംഹരിക്കാം. After all your giving, നിങ്ങളുടെ എല്ലാ കൊടുക്കലിന് ശേഷം what is the blessing? എന്താണ് അനുഗ്രഹം? Now, by the way, don't get offended. I don't know if somebody owes somebody anything or anything. Now, don't come and tell me, Pastor, I don't know. Amen. What you do with your money in the Lord is your business. Amen. I'm just telling you, do not make debts a problem in the church. ആമേൻ. കടം വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ആ സമ്പ്രദായം ഒരു രീതിയാക്കരുത് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും എങ്ങനെയുള്ള ബിസിനസ്സിലുണ്ടെങ്കിൽ ഞാൻ അത് ഇന്റർഫിയർ ചെയ്യുന്നില്ല. അതിനെ നിങ്ങളൊരു കുത്തിയതായിട്ട് എടുക്കരുത്. You give. That's it. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കുക. No Praise problem. the Lord. Okay, now go to
2 Corinthians 9:8. 2 Corinthians 9:8 നോക്കാം. When you give cheerfully, നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ these are the things that God wants to do for you. നമുക്ക് വേണ്ടി ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. God is able to make all grace. ഓ, നിങ്ങൾക്ക് വേണ്ടി സകല കൃപയും പെരുകുവാൻ ദൈവശക്തനാ. സ്തോത്രം, സ്തോത്രം. ആമേൻ. Say with me, all grace. All grace. Hallelujah. ആമേൻ. Yeah. She said all grace. ഹല്ലേലൂയ. All grace. All grace. All grace. All grace. And how is that grace coming to you? എങ്ങനെ ആ കൃപ നമ്മളിലേക്ക് വരുന്നത്? Not 20%, 20% not 50%, 50% 100%. 100% It's coming abounding to you. ഓ, പെരുകിയാണ് വരുന്നത്. All grace abound towards you, നിങ്ങളിലേക്ക് പെരുകി വരും. that you always having all sufficiency in all things may abound to every good work. ആമേൻ. നിങ്ങൾ സകല സൽപ്രവൃത്തിയിലും തികഞ്ഞു വരുമാറ് നിങ്ങളിൽ അത് സകല നന്മയായിട്ട് അത് രൂപാന്തരപ്പെടുവാനിടയാകും. There'll be peace in your home. നിങ്ങളുടെ ഭവനത്തിൽ സ്വസ്ഥത കാണും. Let me tell you a quick testimony. ഒരു സാക്ഷി പെട്ടെന്ന് പറയാം. Hallelujah. Praise God. Okay. സ്തോത്രം. A quick testimony. പെട്ടെന്നൊരു സാക്ഷി പറയാം. A young sister who was going through severe financial problem. ഒരു യൗവനക്കാരിയായ സഹോദരി സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ പോയായിരുന്നു. She was constantly ministered to by a fellow so-called pastor from Kerala. കേരളത്തിൽ നിന്നുള്ള ഒരു ദൈവദാസൻ തന്നെ നിരന്തരമായി ശുശ്രൂഷിച്ചിരുന്നു. Every month beginning he will call her from Kerala. എല്ലാ മാസത്തിലും കേരളത്തിൽ നിന്ന് വിളിക്കും. Keep on telling her his needs. തന്റെ ആവശ്യങ്ങൾ കൊണ്ട് പറഞ്ഞു കൊടുക്കും. And she used to give. ഈ സഹോദരി കൊടുത്തുകൊണ്ടിരിക്കും. Amen. One day she used to come to this church. She never used to give any money to the church. ഈ സഭയിൽ വരുമായിരുന്നു, സഭയിൽ പണം തന്നിട്ടില്ല. One day, ഒരിക്കൽ somehow some money of hers through her family member, a little bit of money was put into the offering. They gave it to me, and I said, "You give it to the church." Not to me. They put it in the church. ഈ സഹോദരിയുടെ കുടുംബാംഗങ്ങളിൽ കൂടി ഒരു ദിവസം ഈ സഭയിലേക്ക് കുറച്ച് പണം കൊണ്ടുവന്നു, എൻ്റെ കയ്യിൽ തന്നു. ഞാൻ പറഞ്ഞു ഓഫറിംഗ് ബോക്സ് ഇടാൻ പറഞ്ഞു, അവിടെ ഇട്ടു. Okay, and it was not. They were not giving to me. They said they didn't know what to do. Amen. And then I asked her after 1 week, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, "What do you feel after putting the money?" ഈ സഭയിൽ പണം തന്നതിന് She ശേഷം said, എങ്ങനെയുണ്ട്? "Pastor, I feel at rest. സഹോദരി പറഞ്ഞു, എനിക്കിപ്പോൾ സ്വസ്ഥത തോന്നുന്നു. I feel a confidence that God will take care of everything in my life." എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കർത്താവ് കൈകാര്യം ചെയ്തോളൂ That എന്നുള്ള is ഒരു ഉറപ്പ് one കിട്ടി. mark of the grace that abounds towards us. നമ്മളിലേക്ക് പെരുകുന്ന ഒരു കൃപയുടെ അടയാളം ഇതാണ്. You're at rest. നമ്മൾ സ്വസ്ഥരായിരിക്കും. You may not have money in the bank. ബാങ്കിൽ പണം You may കാണത്തില്ലായിരിക്കാം. not have money to pay the bill. ബില്ല് അടയ്ക്കാൻ പണം കാണത്തില്ല. But you're not restless. എങ്കിൽ നമുക്കൊരു അസ്വസ്ഥതയില്ല, You're at peace. സ്വസ്ഥതയുണ്ട്. Today or tomorrow, God will take care of it. കർത്താവ് ചെയ്തോളും എന്നുള്ള Hallelujah. That is a small mark of the grace. അത് കൃപയുടെ ഒരു അടയാളമാണ്. The next thing. അടുത്ത കാര്യം, This is not in the scripture, but I'm telling you, if you invest into the ministry of a man of God, അല്ലല്ല, ദൈവത്തിൽ ഉള്ള ഒരു കാര്യമല്ല പറയുന്നത്. എന്നാൽ ഒരു ദൈവദാസന്റെ ശുശ്രൂഷയിൽ നിങ്ങൾ വിതച്ചാൽ a part of his anointing, a part of his grace will come upon you also. തന്റെ മേലുള്ള അഭിഷേകം, തന്റെ മേലുള്ള കൃപ, അതിന്റെ ഒരു പങ്കാളിയായി നിങ്ങൾ തീരും. These are all God's way of giving back. നമുക്ക് മടക്കി തരുന്നതിനുള്ള ദൈവത്തിന്റെ വഴികളായതെല്ലാം. So let's close our eyes now. ഒരു ദിവസം കണ്ണുകൾ അടയ്ക്കാം. If you are struggling in the area of giving, കൊടുക്കുന്ന മണ്ഡലങ്ങളിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? it can be finances, it can be time, it can be your anything. അത് നിങ്ങളുടെ സമയമാകട്ടെ, സാമ്പത്തികമാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ. May the Lord send an anointing to break that yoke. ആ നുകത്തെ തകർക്കാനുള്ള ഒരു അഭിഷേകം കർത്താവ് നിങ്ങൾക്കായി അയക്കട്ടെ. Yes, some time ago, just 2 weeks ago, 2 ആഴ്ചകൾക്ക് മുമ്പ് something happened. I know this in the spirit. എനിക്ക് ആത്മതലത്തിൽ എനിക്കറിയാൻ പറ്റും. The Lord, I think, guided somebody to give me some money. ചില വ്യക്തിയെ എനിക്ക് ചില പണം താഴെ ഏൽപ്പിച്ചു. But that money got diverted to the church box. ചർച്ച് ബോക്സിലേക്ക് അത് പോയി. I can sense all these things very well. ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. Okay, I don't know why they did that. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അറിയില്ല. But let it be anything. എന്തുമാകട്ടെ, But make sure you do as God tells you to do. ദൈവം നിങ്ങളോട് എങ്ങനെ പറയുന്നോ അങ്ങനെ അനുസരിക്കുക. God tells you to give to the man of God, that is where the blessing is. ആമേൻ. ദേവദാസനോട് കൊടുക്കാൻ പറഞ്ഞാൽ അവിടെ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അനുഗ്രഹം. If you like the man of God so much, you are madly in love with the man of God, but God tells you to give it to the church, then you should give it to the church. നിങ്ങൾ ദേവദാസനെ വളരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവം പറയുകയാണ് ചർച്ച കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. Do not go against the plan of God. ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി പോകരുത്. Are you with me, people of God? മനസ്സിലാകുന്നുണ്ടല്ലോ? So from today, ഇന്ന് മുതൽ get into an understanding with God. ദൈവവുമായിട്ട് ഒരു എഗ്രിമെന്റ് എത്തണം. Over and above your tithe, what should you do? Ask God. കർത്താവേ, എന്റെ ദശാംശങ്ങളെ, എന്റെ ദശാംശവും അതിലധികമായിട്ടുള്ള ഞാൻ എങ്ങനെ ചെയ്യണം? I don't want to tell you the blessings of giving. I don't want to compel you in any way.
I don't want to woo you in any way. I want you to be good givers. Let God be the result of your giving. I'm teaching you to be extraordinary givers, but let God be your blessing. ആമേൻ. സാധാരണമായ രീതിയിൽ നിങ്ങൾ കൊടുക്കുന്നവരായി ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ കവിഞ്ഞൊഴുകുന്നതിനാകുവാൻ വേണ്ടി ഞാനിത് പറയുന്നു. It's a great thing to give. കൊടുക്കുന്നത് വളരെ It's ശ്രേഷ്ഠമായ more blessed to give than to receive. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഏറ്റവും ഉത്തമം. Hallelujah. Right now, let's close our eyes. ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. And if this message is speaking to you in some way, ഈ സന്ദേശം നിങ്ങളോട് എവിടെയെങ്കിലും സംസാരിക്കുന്നെങ്കിൽ I want you to stand up and lift your hands. Just stand up in your place. അങ്ങനെയെങ്കിൽ ദയവായി നിങ്ങളുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കണം. If God is making God is making a change in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കർത്താവ് ഇപ്പോൾ വരുത്തുന്നെങ്കിൽ Yes, there is going to be a fresh anointing coming on you. നിങ്ങളുടെ മേൽ ഒരു പുത്തൻ അഭിഷേകം കർത്താവായിരിക്കും. I don't teach anything for my personal gain. God knows it. എന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഞാൻ ഒന്നും പഠിപ്പിക്കുന്നില്ല. I am always scared of teaching these things in the church. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഭയിൽ പഠിപ്പിക്കുന്നത് വളരെ ശ്രദ്ധയോടെയാണ്. And today I am following what God has told me to do. കർത്താവ് പറഞ്ഞത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. You're all probably good tithers, good, നിങ്ങളെല്ലാം നല്ല ദശാംശം കൊടുക്കുന്ന but learn to ആളുകളാണ്. give a little more for God. എന്നാൽ അല്പം കൂടെ അധികം കർത്താവിന് കൊടുക്കണം. Ask God for seed money. കർത്താവേ വിതയ്ക്കാൻ വിത്ത് തരണം എന്ന് ചോദിക്കാം. Yes, that's the right expression, brother. Give me vedakyan with taraname. Give me seed to sow. കർത്താവേ വിതയ്ക്കാനുള്ള വിത്ത് എനിക്ക് തരണം. You know, look at your life. നിങ്ങളുടെ ജീവിതങ്ങളെ നോക്കുക. Maybe you're giving, നിങ്ങൾ കൊടുക്കുന്നുണ്ട്. but are you being blessed? എന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടോ? Okay, you have a good salary probably. നിങ്ങൾക്ക് നല്ലൊരു ശമ്പളം കിട്ടുമോ? But are you running to the hospital every now and then? There is some ache or some problem, or maybe you are saying I'm paying only $25 as copay. But 4 times $25 copay is $100. Why should that happen to you? ആമേൻ. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ദൈവം തരുന്ന പണം അത് ആവശ്യത്തിന് അധികമായി ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ? അത് ഉപയോഗിക്കപ്പെടുന്നതിൽ എന്തെങ്കിലും തകരാറുണ്ടോ? It is not God's plan for you to go to the hospital every month. എല്ലാ മാസവും ഹോസ്പിറ്റലിൽ പോകുന്ന ദൈവപദ്ധതിയല്ല. Yes, some of you women, you are going to become pregnant, so you may go, but not the other people. ആമേൻ. ഗർഭിണിയാകുമ്പോൾ ആളുകൾ പ്രസവിക്കാനൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമേ. ഇത് എല്ലാവരും എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്നത്. Every day leg pain, this pain, that pain, go to doctor, appointment. What is this? ആമേൻ. എന്നും എന്തുവല്ലൊക്കെ ബുദ്ധിമുട്ടായിട്ട് എന്നും ഹോസ്പിറ്റലിലും ഇതിനൊക്കെ പണം കൊടുക്കുക എന്നുള്ളത് ശരിയല്ല. Hallelujah. I see the Lord ഇങ്ങനെ ഒരു പഴയ ഒരു സാധനം വലിച്ചു കയറുന്നു. I see this, the Lord tearing upon something right ഓ now. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ സ്തോത്രം. ചിലതിനെയൊക്കെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. I thank my God. ആമേൻ. Yes, may you be blessed abundantly. Some of you may not be working, നിങ്ങൾ ചില ജോലി ചെയ്യുന്നില്ല. but give time to God. കർത്താവിന് സമയം കൊടുക്കുക. Do you know time and money are almost the same? നിങ്ങൾക്കറിയാമോ? പണത്തെ പോലെ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് സമയം. Go and see a famous psychologist or a psychiatrist or a great doctor. An hour is $100. ആമേൻ. ഒരു വിദഗ്ധനായിട്ടുള്ള സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് കാണാൻ പോയി നോക്കിയേ. ഒരു മണിക്കൂറിന് $100. And your time is also important. നിങ്ങളുടെ സമയം വിലയേറിയതാ. Tithe your time to the Lord. നിങ്ങളുടെ സമയത്തിന് ദശാംശം കർത്താവിന് കൊടുക്കുക. Yes, at least 1 hour a day only for the Lord. കുറഞ്ഞ പക്ഷം ഒരു ദിവസം ഒരു മണിക്കൂർ കർത്താവിന് കൊടുക്കുക. Start like that. അങ്ങനെ ഒന്ന് ആരംഭിച്ചേ. Okay, I'm not talking about money alone. No, don't get me wrong. പണത്തെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്. Tithe to the Lord your time. നിങ്ങളുടെ സമയം കർത്താവിന് ദശാംശമായി കൊടുക്കുക. Tithe to the Lord your abilities. നിങ്ങളുടെ കഴിവുകളെ കർത്താവിന് കൊടുത്തേ. Tithe to the Lord. Give to the Lord. അത് കർത്താവിന് കൊടുക്കുക. If the Lord is telling you to bless a man of God, do that. ഒരു ദേവദാസനെ അനുഗ്രഹിക്കാൻ കർത്താവ് പ്രേരണ തരുന്നെങ്കിൽ അങ്ങനെ ചെയ്യും. If the Lord tells you to call the pastor in your home and give him food, do that. ഒരു ദേവദാസനെ ഭവനത്തിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ ദൈവം പ്രേരിപ്പിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യും. If God is telling you to buy a shirt for an associate pastor, do that. അസോസിയേറ്റ് പാസ്റ്റർക്ക് ഒരു ഷർട്ട് വാങ്ങി കൊടുക്കാൻ ദൈവം പ്രേരിപ്പിക്കുന്നവർ അങ്ങനെ ചെയ്യണം. If he refuses it, that is because he is very proud. ആമേൻ. ആ വ്യക്തി അതിനെ നിരസിച്ചാൽ അത് അദ്ദേഹത്തിന്റെ അഹങ്കാരം കൊണ്ടാണ്. Don't worry about it. Don't give it to him then. അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ കൊടുക്കണ്ട. You can give it to me. അങ്ങനെ എനിക്ക് തരാം. Hallelujah. Because to receive needs a lot of humility. ആമേൻ. മറ്റുള്ളവരെ സ്വീകരിക്കാൻ വളരെ താഴ്മ ആവശ്യമാണ്. Yes. So, church, I'm going to pray for you right now. സഭയെ നിങ്ങൾക്കായി ഞാൻ ഇപ്പോൾ I thank God for the church, which is a very good giver. They're good givers, right? Very good givers. വളരെ ഹല്ലേലൂയ കൊടുക്കാനുള്ള മനസ്സുള്ള ഒരു സഭയാകിയാൽ ദൈവമേ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. But right now we are praying for an amazing church. കർത്താവേ, ശ്രേഷ്ഠമായ ഒരു സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Supernaturally good givers. അഭൗമികമായ രീതിയിൽ അസാധാരണമായ കൊടുക്കലുള്ളവരാകുവാൻ Our brothers and sisters are struggling in Iraq, in Pakistan, in India. They can do $20 is lot of money there. കർത്താവേ, ഓ. ഇറാഖിലും പാകിസ്ഥാനിലും ഇന്ത്യയിലും അനേക ഇടങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ കഷ്ടപ്പെടുന്നു. $10 $20 ഒക്കെ അവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. Just ask God if He can stop eating from outside and save some dollars in that way. പുറത്തുപോയി കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പണം നമുക്ക്
Save it, set it apart. Oh, saving is a good habit. We don't believe in the American culture as far as that is concerned. Have it, eat it, finish it. No. No. Save when you can. Right now I'm going to pray. Our precious Father, we thank you for the message that has come through. And I thank you because these people, Lord, according to the treasurer's report, they are good givers. But I pray you will give all of us seed to sow, that we'll have extra finances to sow into the kingdom. And I pray, Father, that giving, to become good givers, not only in finances, but in time, in every area of our life. As a church, we want to become good givers. Let the flow begin in our hearts, Lord. Let it increase. It is more blessed to give than to receive. And Lord, we have received everything from the kingdom of God. We are learning these days, Daddy, as to what Jesus Christ has done for us on the cross. And it is done, Father. And Lord, we want to tell you also, we want to be the best givers. Amazing givers. Awesome givers, Lord Jesus. Our time, our love, our care. The city needs us, Lord Jesus. We commit our lives into your hands. Lord, these wonderful brothers and sisters who are standing, I right now pray, you'll release in the name of Jesus, I command every demonic spirit to leave.